എവിടെയാണ് പോവാൻ റെഡി ആയിരിക്കുന്നേ? ഇഫ്താർ പാർട്ടിയാണോ? ഇന്ന് ഞങ്ങളുടെ കമ്പനിയുടെ ഇഫ്താർ പാർട്ടിയാണ്. റിസ്കാൾട്ടൺ ഹോട്ടലിൽ വെച്ചിട്ടാണ്. ഇതിനുമ്പ് ഒരു പ്രാവശ്യം അവിടെ നടന്നിട്ടുണ്ടല്ലേ, അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഈ പ്രാവശ്യം നേരത്തെ റെഡിയായി നേരത്തെ പോവുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് മുതലാണോ രാവിലെ മുതലേ കഴിക്കാതിരിക്കുന്നത്? അല്ല, അവിടെ നല്ല വിഭവസമൃദ്ധമായ ഫുഡ് ഉള്ളതുകൊണ്ടേ അപ്പൊ കുറച്ച് വയറൊക്കെ ഒന്ന് കാലിയാക്കി വെച്ചിരിക്കുന്നത് നല്ലതല്ലേ. ഓക്കെ, അപ്പൊ അവിടെ ഇഷ്ടംപോലെ ഫുഡൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഇപ്രാവശ്യം അതെല്ലാം ഒന്ന് വീഡിയോ എടുത്ത് ഒന്ന് സൂക്ഷിച്ചേക്കാന്ന് വിചാരിച്ചു അല്ലേ. ഓക്കെ ഉമ്മ, ഇത് തിരിക്കാമോ? ഓക്കെ ഓക്കെ ഉമ്മ, ബൈ ബൈ. We are going to Easter party. We can enjoy and have lot of fun. അങ്ങനെ ഇന്ന് നമ്മളുടെ ഇച്ചേന്റെ കമ്പനിയുടെ ഇഫ്താർ പാർട്ടിയാണ്. ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് ഇച്ചാൻ കോട്ടൊക്കെയാണ് സെറ്റപ്പൊക്കെ ആയിട്ടാണ് വരുന്നത്. ഞാനും ബ്ലാക്ക് പൊളിക്കണം. റെഡിയാണോ ഉമ്മേ? Slight left, then turn right. അപ്പോൾ ഞങ്ങളിവിടെ എത്തി. ഇവിടെയാണ് ഞങ്ങളുടെ ഹോട്ടല്. ഇഫ്താർ പാർട്ടി നടക്കാൻ പോകുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതിലൂടെ നടന്ന് നമ്മൾ പുറത്തോട്ടുള്ള ഏരിയയിൽ വെച്ചിട്ടാണ് ഇഫ്താർ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ പുറത്തെ പ്രധാനമായിട്ടുള്ളൊരു വ്യത്യസ്തമായിരുന്നു ഈ കിളികളുടെ സൗണ്ട്. ഈ കിളികളുടെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന് ചുറ്റിലും കുറേ മരങ്ങളുണ്ടായിരുന്നു. All the Dosh Qatar employees here in this venue this evening. So, we've not started. Can you open your... Pushing both in and out of the office are what make our company successful. And I'm really grateful for each and everyone. This is our Mr. Babikar on the stage now, Mr. Halil Habib, and Mr. Jeff. Mr. Peter, please. Who can forget Mr. Peter? Yes. Mr. Tamer. Mr. Tamer and Mr. Peter is the GM of Dosh KSA. I would also request the SREs and ഈ കാണുന്നവരൊക്കെ ഞങ്ങളുടെ കമ്പനിയിലെ സീനിയർ പൊസിഷനിലൊക്കെ ജോലിക്കുന്നവരാണ്. അപ്പോൾ അത് വേറെ കൺട്രീസിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരുടെയും കൂടെ ഒരു സംഗമം കൂടിയായിരുന്നു ഞങ്ങളുടെ ഈ വർഷത്തെ ഇഫ്താർ പാർട്ടി. അപ്പോൾ മാനേജേഴ്സിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷന് ശേഷം ഞങ്ങളുടെ പ്രധാന ദൗത്യത്തിലോട്ട് കടന്നിരിക്കുകയാണ്. വിഭവസമർത്ഥമായ ഫുഡാണ്. അപ്പം 4-5 ഏരിയയിലായിട്ട് ഇങ്ങനെ ക്രമീകരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഒരു സ്ഥലത്ത് വെജ്, നോൺ വെജ്, അങ്ങനെ നമുക്ക് പേരറിയാത്ത ഐറ്റങ്ങളാണ് മുഴുവനും. പക്ഷേ ഏറ്റവും ഞങ്ങൾ ആദ്യമായിട്ട് പോയത് തന്നെ ഈ മട്ടൺ സ്പെഷ്യൽ ഏരിയയിലായിരുന്നു. ഇതായിരുന്നു ഞാൻ ആദ്യമായിട്ട് എടുത്തത്. എൻ്റെ പ്ലേറ്റിൽ കാണുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വർഷത്തിൽ കിട്ടുന്ന സ്പെഷ്യലായതുകൊണ്ട് എല്ലാം ഞങ്ങൾ ആസ്വദിച്ച് കഴിക്കുകയായിരുന്നു. ഏയ് ഭൂമേ, ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സാണ്, ജോണും ജിസും ആണ്. അവരുടെ ഫാമിലിയാണ്. ഞങ്ങളുടെ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യണത് കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ അവരോട് ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്കൊരു കൂട്ടായിരുന്നു. ഈ പല സ്ഥലത്തായിട്ട് ഈ ഐറ്റങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട്
ഈ എല്ലായിടത്തും പോയിട്ട് വീഡിയോസ് എടുക്കാനുള്ളൊരു ചമ്മലുണ്ടായിരുന്നു. എന്നാലും മാക്സിമം ഇങ്ങനെ പതിയെ എല്ലാം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ചിലതൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അസൻഷ്യ തിരയുന്നത് ഒരു സ്പെഷ്യൽ കേക്കാണ്. എന്തെന്ന് അറിയത്തില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ കേക്ക് ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇത് ഞാനും പോയി എടുത്ത് കഴിച്ച്. പിന്നീട് വീണ്ടും ഞങ്ങൾ എടുക്കാൻ വേണ്ടി പോയപ്പം അവിടെ ഇത് തീർന്നു. കാരണം ഇത് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ആദ്യമേ ഇത് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഐറ്റങ്ങൾ കുറേ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ഒന്നും പേരൊന്നും അറിയില്ല. എന്തായിരുന്നാലും ഞാൻ ഇതൊന്ന് കുറച്ച് ഇത് എടുത്ത് എല്ലാത്തിനും ഒന്നും ടേസ്റ്റ് നോക്കി. വളരെ നല്ലതായിരുന്നു. ഞങ്ങളുടെ ഇഫ്താർ പാർട്ടിയൊക്കെ ഞങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഉദ്യാനത്തിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ജോൺ ബ്രോ, ഞങ്ങളുടെ ജിസ്മാം ഫുഡൊക്കെ കഴിച്ച് നമ്മളവിടെ പാർക്കിംഗ് ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. ഹോട്ടൽ. അപ്പോൾ ഈ വർഷത്തെ ഇഫ്താർ പാർട്ടിയൊക്കെ ഞങ്ങൾ പൂർത്തിയാക്കി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ ആ മടക്കയാത്രയിലാണ്. റിസ് കാൾട്ടൺ ഹോട്ടലാണിത്. വളരെ മനോഹരമാണിത് കാണാൻ വേണ്ടി. ഒരു 2 വർഷത്തിന് മുമ്പുള്ള ഇഫ്താർ പാർട്ടിയും ഇവിടെ വെച്ച് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് വന്ന സമയത്ത് ഈ ഹോട്ടലൊക്കെ ഈ പരിസരമൊക്കെ ഒന്ന് എല്ലാം ഞങ്ങൾ ചുറ്റി കണ്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം ഇതിൻ്റെ കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ എൻട്രൻസിലുള്ള ഒരു വ്യൂ ഒക്കെ വളരെ ഭയങ്കര ഒരു കാണാൻ നല്ലൊരു ഭംഗിയുള്ള. ഈ ഹോട്ടലിൻ്റെ വേറൊരു പ്രത്യേകത ഇതിനൊരു വിശാലതയാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി ഇങ്ങനെ റിസപ്ഷൻ ഏരിയയിലൊക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ 2025 ഇഫ്താർ പാർട്ടി ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ വീണ്ടും സന്ധിக்கலாம். നന്ദി, വണക്കം.